അതറിയില്ലേ? ഇളയമോൻ ശീതളൻ. പുള്ളിയാണ് മറ്റേ തമിഴ്നാട്. ആടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ കുടിയെന്നാ പറയുന്നത്. പക്ഷെ തിരിഞ്ഞു നോക്കിയിട്ടാ. പിന്നെ മറ്റേ പെണ്ണിനെ കണ്ടിട്ടേ അന്ന് കരയുന്നത്. അയ്യോ ഓളെ കാര്യമൊന്നും പറയണ്ട. കല്യാണം വെച്ച് പോയിന്നല്ലാണ്ട് ഈ അച്ഛൻ എന്തെന്ന് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും നോക്കൂല. അല്ല നീ എന്തിനാ ഇടക്കിടക്ക് ഓളെ പോയി സമാധാനിപ്പിക്കാൻ നോക്കണം? ചെറുതുണ്ടാവും ഞാൻ എടുത്ത് നടന്ന. ഇപ്പൊ എടുത്താ പോകൂല. അതാ പറ്റില്ല അടുത്ത്. വെറുതെ കറിയാളൂ. ശീതളാജിങ്ങനെ കലോലിക്കണ്ട. ഓരോരു പോയി. കരയണ്ട കരയണ്ട. നിന്റെ ഭാര്യ തമിഴത്തി പെണ്ണിനെ കൂട്ടിട്ട് പോരായിരുന്നല്ലോ. ഇപ്പൊ അച്ഛൻ പോയില്ലേ? അവളും മരിച്ചുപോയോ? ഓടിപ്പോയി. എന്തിനാ അച്ഛൻ ഇവിടെ കയറ്റില്ലെന്ന് പറഞ്ഞോ? അല്ല, ഓടിപ്പോയി. അച്ഛനെ ബിടെക്കിന് പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂർ കൊണ്ടുപോയി ചേർത്ത ചക്കനെ. അവിടെ ഏതോ ഒരു തമിഴത്തി പെണ്ണിനെ കണ്ട് പ്രേമിച്ചിട്ട് അതിന്റെ കൂടെ പോയി. ഇപ്പോ അവള് വേറെ ഏതോ ലോറിക്കാരന്റെ കൂടെ പോയി എന്നാ പറയുന്നത്. ഞാൻ നിന്നെ അല്ല അളിയാന്ന് വിളിച്ചത്. മരിച്ചു കിടക്കണം നിന്റെ അച്ഛനാണ്. പേരിന് വേണ്ടെങ്കിൽ ഇച്ചിരി ദുഃഖം കാണിക്കും. അടിയോ ശീതള അളിയനാണ്ടോ മണ്ടുവിന്റെ എണീറ്റ് പാടെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാണ്ട്. പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കറിയാണ്. ഇതൊക്കെയാണ് കാണിക്കുന്നത്. പതുക്കെ കരഞ്ഞാ മതി. അതെ എങ്ങനാ ബാക്കി കാര്യങ്ങൾ? അതാ ബോഡി ഇപ്പോ ഒരു 5 മണി ആകുമ്പോഴേക്ക് ബോഡി കൊണ്ട് എടുക്കില്ലേ? അതിന് ഇനിയിപ്പോ വേറെ മക്കളാരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അറിവിൽ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോ 5 മണി വരെ വൈകിണ്ടല്ലോ. പിന്നെ 3 മണിക്ക് എടുക്കുക. ഓ ആയിക്കോട്ടെ. ശ്മശാനത്തിലേക്ക് ഒന്ന് വിളിച്ചു പറയണം. അവിടെ ഒരുക്കങ്ങൾ നടത്താം. അവിടെ കുറച്ച് ചെലവുണ്ടല്ലോ. അതിന് മക്കൾ രണ്ടുപേരും നിൽക്കില്ല ആണുങ്ങൾ. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. അടുത്തുണ്ടാവും. എന്റെ എവിടുന്നാണ് ചെലവഴിക്കണത്? നിന്റെ ഇല്ല. നീ 8,000 രൂപ ശമ്പളം ഉണ്ടല്ലോ. 8,000 ശമ്പളം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെലവൊന്നുമില്ല. അവിടെ 8,000 ഉറുപ്പ്യം തീറ്റുണ്ടെന്നല്ല നീ പറഞ്ഞത്. വേറെ കാര്യങ്ങളുണ്ട്. ഡ്രസ് എടുക്കാൻ നിങ്ങളുടെ രണ്ടുപേരുടെ തന്തയാണ്, എന്റെ അല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാ. ഈ ഇപ്പൊ ശ്മശാനത്തിലെ ചെലവ് മാത്രമല്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചടങ്ങുണ്ടല്ലോ. എന്തോ ഒരു ചടങ്ങില്ലേ? ഏത് സഞ്ജയനോ? ആ സഞ്ജയനോ അടിയന്തരം എന്തൊക്കെയോ ഇല്ലേ? അയ്യോ അതൊന്നും വേണ്ട. വെറുതെ അതൊക്കെ നടത്തി കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇഡ്ഡലിയും സാമ്പാറും നിന്നിട്ട് കുറ്റവും പറഞ്ഞിട്ട് പോകും. അത് വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ്? അച്ഛന് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇഡ്ഡലിയും സാമ്പാറൊക്കെ. അപ്പൊ പിന്നെ അതിന്റെ ചെലവ് ചെയ്യാണ്ട് പോയിച്ചാള്. ഞാൻ വഹിക്കുന്നത് അത് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞാണ്. പിന്നെ അത് നടത്തണ്ട പറഞ്ഞാൽ ശരിയാവും. എങ്ങനെയാ ആരെങ്കിലും നടത്തണല്ലോ. ഏട്ടൻ നിൽക്കണ്ടല്ലോ. എന്റെ കയ്യിൽ പൈസ ഇല്ല. ബോയ്ത ഞാൻ എന്നെ പോലെ ഇവിടെ വന്നു കണ്ടു. അതന്നെ. വേറെ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം. വേറൊരു കാര്യമൊന്നും കുടുംബത്തിൽ ഇതുവരെ ഒരു ചെലവ് ഉണ്ടായിട്ടൊന്നുമില്ല ഏട്ടന്. നിന്നെ പഠിപ്പിക്കാനാണ് അച്ഛന് പൈസ ചെലവായിട്ടുള്ളത്. എന്നെ പഠിക്കാൻ എന്ത് ചെലവുണ്ടായത്? ഞാൻ പോയിട്ട് ഞാൻ പണിയെടുത്ത് കാശൊക്കെ കച്ചവടം ബിസിനസ് പറഞ്ഞിട്ട് മുടിപ്പിച്ച എന്താണ് ഇവിടെ കുറച്ച് പൈസയുടെ ചെലവല്ലേ ഉള്ളൂ. അതല്ലേ പ്രശ്നമുള്ളൂ. അതിനിപ്പം അടിയന്തരോ സഞ്ചാനോ എന്തിനാ വെച്ചാൽ അതിന് കുറച്ച് കാശ് ചിലവാകും. ആ കാശ് എത്രയെന്ന് വെച്ചാ ഞാൻ പൈസോളാം. ഇല്ല പ്രശ്നമില്ലല്ലോ. തീരുമാനമായി. ഇനി സംസാരം ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് 3 മണിക്ക് തന്നെ ബോഡി എടുക്കാലോ അല്ലേ? എന്തിനു വൈകിക്കണം? നേരത്തെ എടുത്തോ. ഒന്ന് കുളിപ്പിക്കണ്ടേ? അതൊക്കെ വേണം. രാവിലെ കുളിപ്പിച്ചില്ലേ? ചടങ്ങൊക്കെ അതിന്റെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പോലെ ഈ സഞ്ജയനം എന്ന് പറഞ്ഞത് 5-നാക്കണോ 3-നാക്കണോ കൂടി ഒന്ന് തീരുമാനിച്ചാളി. അതിപ്പം നാളെ നടത്താൻ പറ്റുമോ? നാളെയൊന്നും ഇല്ലല്ലോ. അത് 5-നായിക്കോട്ടെ. അങ്ങനെ 5 നടത്തണ്ട, 3 നടത്തി വന്ന
കാശ് ചിലവാക്കണം ഞാനല്ലേ 3 നടത്തിക്കോ. ഈ വക സംസാരം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്ത് അല്ല പിന്നെ പൈസ ചെലവാക്കണ ഞാനല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ചെലവാക്കേണ്ട പിന്നെ ആരാണ്? അപ്പൊ അങ്ങനെ അതല്ല കഥ. അല്ല അതെ അച്ഛനുള്ള പൈസ മുഴുവൻ എടുത്തു കൊടുത്തു അവൾക്കാണ്. അതെ എന്റെ ഭാര്യയുടെ അച്ഛൻ എന്നുള്ള ഒരു പരിഗണനയിലാണ് ഞാനിപ്പോ അച്ഛന്റെ കയ്യിൽ പൈസ കണക്കന്നെ പറയണത്. നല്ല തരത്തില് സ്വർണ്ണം അങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറമ്പ് വിറ്റിട്ടാണ് കൊടുത്തത്. ഞങ്ങൾക്ക് 5 പൈസ ഞാനിപ്പോ സംസാരിക്കും കഴിയട്ടെ. ഖത്തറല്ല ഇതേപോലെ സംസാരിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ വന്നേ ഉണ്ണി അതാ ഒരു കുടിച്ചോളൂ. നിന്നെ ഏൽപ്പിച്ച പണി കണ്ടു. ഈ കുളത്തിൽ അങ്ങോട്ട് ചെമ്മീൻ കൃഷി ചെയ്യണം. കലക്കും മരങ്ങൾ കുറച്ച് മരങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. ഇതിപ്പോ എന്താ അറിയോ, മൊത്തം 60 സെന്റ് ഉണ്ടായിരുന്ന 30 സെന്റ് വിറ്റ്, ബാക്കി 30 സെന്റാണ് ഇപ്പൊ ഉള്ളത്. 30 ഉള്ളൂ അല്ലേ? ആ നിന്റെ ആങ്ങളെ പാടി ജന്മം ഇങ്ങോട്ട് വരണം. എന്തിനാ അവൻ എന്തിനാ ഇങ്ങോട്ട് വരണം? നിങ്ങളുടെ പരിപാടി നിങ്ങളുടെ പരിപാടി എന്താണ്? സഞ്ചാരം അടിയന്തരം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇല്ല ഫോണിലേക്ക് എവിടെ എങ്ങോട്ട് പോവാൻ? ഇത് ഞങ്ങളുടെ വീടല്ലേ, പോണ എന്തിനാ? നിങ്ങൾ ഇവിടെ താമസിക്കാൻ പോകും? ആ ചിലപ്പോ താമസിക്കും. അതിനൊക്കെ ചില നിയമങ്ങൾ ഉണ്ടാകും. നോക്കിയിട്ടൊക്കെ അതിന്റെ വട്ടം പോലെ ചെയ്യാം. പണ്ടെങ്ങാണ്ട് പോയ ആളായി പറയുന്നേ. പോയതിനെ പറ്റി പറയണ്ടേ. പോയത് വെറും കയ്യോടെ ഞാനിവിടെ ഇറങ്ങിപ്പോയതാണ്. എനിക്ക് വേണമെങ്കിൽ മുമ്പേ അച്ഛനോട് സ്ഥലം ചോദിക്കായിരുന്നു. ഞാൻ എന്റെ മാന്യതോട് ചോദിക്കായിരുന്നു തന്നെയാണ്. പറഞ്ഞ ഉടനെ അച്ഛനെ എടുത്തങ്ങ് നിനക്ക് തരാൻ പോയല്ലേ. നിന്റെ കയ്യിരിപ്പ് എന്റെ പൊന്നോ. എടേ എങ്ങനെയായാലും എന്റെ അച്ഛന്റെ സ്വത്താണ്. അത് എനിക്ക് അവകാശപ്പെട്ട എന്നാ നീ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയണേ. ഞങ്ങൾ ഇനി ഇവിടെ എങ്ങ് പോണില്ല. ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ ഇവിടെ തന്നെ കാണും. നിങ്ങൾ ഇവിടെ നിൽക്കൂല. എത്രയും പെട്ടെന്ന് ചട്ടി കുടിക്കാൻ കാലത്ത് ഇറങ്ങിക്കോളാം. ഞാനിനി ഇവിടെ താമസിക്കണേ. അപ്പൊ ഇവിടെ താമസിക്കാൻ പോവാണെന്ന്. ഈ വീട്ടില് താമസിക്കാൻ രണ്ടുപേരും. അത് നന്നായി, അത് തരക്കേടില്ല. അച്ഛന്റെ സ്വത്ത് ഇപ്പൊ എനിക്ക് 2 പേർക്ക് സ്വന്തമായിട്ട് വേണം. അതാ പേര് പറയുന്നത്. 2 പേർക്കും വേണ്ട. അച്ഛന്റെ മോക്ക് കൊടുത്തത് എനിക്കൊന്നും വേണ്ട. നിങ്ങളെ അവകാശപ്പെട്ടത് കൊടുക്കുന്നേ. അവകാശപ്പെട്ടതേ കൊടുക്കൂ. നിങ്ങൾ 3 ആളിന് വേണ്ടി തല്ലുകൊണ്ടാ. അവിടുത്തെ ഏറ്റവും താഴെ സന്ധി ഞാനാണ്. ഇത് എനിക്കുള്ളതാണ്. നാട്ടിനടപ്പ് എങ്ങനെയാണ്? വീട് എവിടെയായിരുന്നു ഇത്ര നാള്? ഈ നിന്റെ കാര്യം നോക്കണേ. 10 പൈസ കിട്ടില്ല നിനക്ക്. നിന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി 10 സെന്റ് വിറ്റിട്ടാണ് നോക്കിയോ. ഒരു കാര്യം ഞാൻ പറയാം. അതെ, തല്ലുമുടി ഒന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾക്ക് അവകാശമൊക്കെ തന്നതാണ് അച്ഛൻ. എനിക്ക് ഇവന് വേണ്ടിട്ട് 5 പൈസ ചെലവാക്കിയിട്ടില്ല. അച്ഛൻ എനിക്ക് ഇവന് വേണ്ടി 5 പൈസ ചെലവാക്കിയിട്ടില്ല. ഞാൻ കണ്ട തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ ജോലി എടുത്തിട്ടുണ്ടാക്കി. ഇവിടെ നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് മാത്രം